വെണ്ണിലാവല്ല കിരണേ, പിന്നിലാവിൻ. പിന്നിലാവിൻ പൊൻവസന്തം നോക്കി നിന്നു ശാരദേന്ദുമുഖി പ്രേമ സായുജ്യം. ഞാൻ പാടി ഞങ്ങൾ ഓടും ചെറുപ്പം. നമുക്ക് മറ്റേ മന്ത്രത്താൽ പാടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ. മാനത്തെ മാമന്റെ തളികയിൽ മാമുണ്ണാൻ പോരാമോ നമുക്കിനി. ലാലാല. നേരത്തെ നമ്മൾ പാടിയതിന്റെ ബാക്കി അറിയാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താ പറയാ സ്റ്റാൻസ് പണ്ടത്തെ പാട്ടിന്റെ വരികളിൽ ചുണ്ടത്ത് തേൻ തുള്ളിയായി. പണ്ടത്തെ പാട്ടിന്റെ വരികളിൽ ചുണ്ടത്ത് തേൻ തുള്ളിയായി. കൽക്കണ്ട കുന്നിന്റെ മുകളിലെ കാക്കാച്ചി മേയുന്ന തണലിൽ. കൽക്കണ്ട കുന്നിന്റെ മുകളിലെ കാക്കാച്ചി മേയുന്ന തണലിൽ. ഊഞ്ഞാലേ പാടാമോ, ഊഞ്ഞാലേ പാടാമോ. ആ കയ്യിൽ ഈ കയ്യിലൊരു പിടി കൈക്കാത്ത കുഞ്ഞിത്തൻ. ഈ പാട്ടിന്റെ ഫസ്റ്റ് അറിയോ? ഇത് ഏത് പാട്ട് വെച്ചിട്ട് ഞങ്ങൾ പാടുന്ന? പിന്നെ ൂഞ്ഞാലിടാം ആകാശ പൊന്നാലി നഗരിലാഴത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലി നഗരിലാഴത്തിൽ തൊട്ടേ വരാം. പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്ന് ഒരു എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഡയറ്റിങ്ങിലായതുകൊണ്ട് രാത്രി വലിയ ഹെവി ഫുഡൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വല്ലതും തട്ടിക്കൂട്ടി ഉണ്ടാക്കി കഴിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മൾ 4 മുട്ട എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് എഗ് സാൻഡ്വിച്ചിന് വേണ്ടി തയ്യാറായത്. എഗ് സാൻഡ്വിച്ചിനുള്ള വെജിറ്റബിൾസ് നിങ്ങൾ നേരത്തെ അരിയുന്ന കണ്ടിട്ടുണ്ടാവും. ഉള്ളി, പച്ചമുളക്, തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ മല്ലിച്ചപ്പും മുളകും. എന്നിട്ട് ഇങ്ങനെ മുട്ട പൊട്ടിച്ച് നമ്മളതിലേക്ക് ഉപ്പും കൂടെ മിക്സാക്കി നന്നായിട്ട് മുട്ടയും ഉപ്പും കൂടെ ഒക്കെ മിക്സ് ചെയ്തടിക്കണം. ഇതങ്ങനെ സ്പൂൺ വെച്ചതാണ്. ഇങ്ങനെ അടിച്ചടിച്ചാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളിത് വീട്ടിൽ ചെയ്യലുണ്ടല്ലോ അല്ലേ? സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയാണ്. അങ്ങനെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർ ഒരു ഇൻഡക്ഷൻ കുക്കറും ഒരു നമ്മളെ തവയുണ്ടെങ്കിൽ ഇത്തരം എഗ് സാൻഡ്വിച്ച് ഈസി ആയിട്ട് ആക്കിയെടുക്കാം. ഇങ്ങനെയാണ് എഗ് സാൻഡ്വിച്ചിന് വേണ്ടി നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുക്കുന്നത്. ഡയറ്റിലായതുകൊണ്ട് ഒന്നും കൂടെ സ്യൂട്ടാവുന്നത് ബ്രൗൺ ബ്രെഡാണ്. അതുകൊണ്ട് ബ്രൗൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, നമുക്ക് രണ്ടുപേർക്കും ഫുഡ് കഴിക്കാനും അത് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലിങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ നടത്തുകയും അതിൽ ഏറെക്കുറെ നിങ്ങളെ മുമ്പിലെത്തിക്കാനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വീഡിയോ എടുക്കുമ്പോൾ ഇത്തരം കലാപരിപാടികൾ നിങ്ങൾക്ക് മുന്നിൽ ആദ്യമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പാട്ടിലെ വരികളും ഇണങ്ങളും ഒക്കെ ശരിയാണോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഇങ്ങനെ ഒരുമിച്ച് പാടിയും പറഞ്ഞും വഴക്കിട്ടും ചിരിച്ചുമൊക്കെ പാചകം ചെയ്യുന്ന ഈ കിച്ചൺ ഞങ്ങളുടെ ഹാപ്പി പ്ലേസിൽ ഒന്നാണ്. ആ ഒരു നിമിഷം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഇത്തരം നല്ല നല്ല അനുഭവങ്ങൾ പങ്കിടാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും.